വന്നേച്ച് ചേച്ചി നമുക്ക് പോകാം ചേച്ചി അത്ര എന്നാ കാര്യം ചേച്ചു പൈസ തരാൻ ചേച്ചി നമ്മൾ എന്നോട് കൊച്ചുണ്ടല്ലോ എന്നാ ഇന്നെ ചേച്ചി കൊച്ചിനും കൂടെ കൂട്ടിക്കളാൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു വ്യത്യസ്ത ഒരു കഥയാണ്. ആ കഥയുടെ ഭാഗം നമ്മൾ ആദ്യം ടൈറ്റിലായിട്ട് കണ്ട ഒരു ഭാഗമാണ്. അതിൽ നിന്നുള്ള കൂടുതൽ ആയിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ആ വീഡിയോ തന്നെ നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് കിട്ടാൻ അല്ലെങ്കിൽ വാഹനം കിട്ടാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കും. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇച്ചിരി ദൂരെ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ സാധനം വാങ്ങിച്ചോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് വന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ചൊക്കെയാണെങ്കിൽ ആ വാഹനം വരാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് സൈഡിൽ അവർ നിൽക്കും. അവരെ വീട്ടിൽ നിന്നുള്ള പുരുഷന്മാരായിരിക്കും വാഹനം എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ വരുന്നോടം വരെ അവർ റോഡ് സൈഡിൽ നിൽക്കേണ്ട വരും. ആ നിൽക്കുന്ന അവർ ആ റോഡ് സൈഡിൽ വണ്ടി കയറാൻ നിൽക്കുന്ന സമയത്ത് അതിലെ യാത്ര ചെയ്യുന്നവരും നടന്നു പോകുന്നതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരെ കാണുമ്പോൾ ഒരു സംശയം ദൃഷ്ടിയോടെയാണ് അവർ നോക്കാറുള്ളത്. എന്തിനായിരിക്കും നിൽക്കുന്നത്, ഇനിയിപ്പോൾ ആരും കൂട്ടത്തിലില്ലേ, ചിലർ ചിലപ്പോൾ ലിഫ്റ്റ് കൊടുത്തുന്നിരിക്കും, ചിലപ്പം സഹായിക്കണമെന്നൊക്കെ ചോദിക്കണമെങ്കിൽ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നമ്മളിവിടെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അനുഭവം ഇവിടെ വിവരിക്കുകയാണ്. ആ വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരനുഭവം, അവർക്ക് അനുഭവപ്പെട്ടത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം സ്ത്രീകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ സരസമായ രീതിയിൽ തന്നെ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിതുപോലെ ടൗണുകളിൽ സാധനം വാങ്ങിക്കാനൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഞാനിതുപോലെ തൊട്ടടുത്തൊരു കട കയറുന്ന സമയത്ത് ഞാൻ വൈഫിനെ റോഡിൻ്റെ സൈഡിൽ നിന്നോളാൻ പറഞ്ഞു. എൻ്റെ കൂടുതൽ കയറി വരണ്ടല്ലോ എന്നോർത്ത് അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കും വാഹനം ബൈക്കുണ്ട്. അവിടെ ബൈക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ അടുത്ത കടയിലേക്ക് പോയി. വൈഫ് ബൈക്കിൻ്റെ അവിടെ നിന്ന് മാറി ശകലം അപ്പുറത്തേക്ക് നിന്ന് ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അവിടെ. ഈ വൈഫ് റോഡ് സൈഡിൽ നിന്ന സമയത്ത് തന്നെ ഒരു ആള് വലിയൊരു കുടയുണ്ട്, ഐസ്ക്രീം പാർലറിലൊക്കെ വെക്കുന്ന സൈസ് വെയിൽ കൊള്ളാണ്ടിരിക്കേണ്ട വലിയൊരു കുട. ഈ കുടയെ കൈ പിടിച്ചുകൊണ്ടിങ്ങ് വന്നു. പുള്ളി നേരെ വൈഫിൻ്റെ നേർക്ക് വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, വൈഫ് നിന്ന സ്ഥലത്ത് വന്നിട്ട് പുള്ളി ഈ കുടയുടെ ഒറ്റ നൂർക്കയാണ്. ഈ വലിയ കുട പെട്ടെന്നങ്ങ് നൂർത്ത് വൈഫിൻ്റെ സൈഡിൽ തന്നെയാണല്ലോ പുള്ളി നിലത്തോട്ടൊരൊറ്റ കുത്താണ്. അപ്പോൾ റോഡ് സൈഡിലാണ് കുത്തി നൂർത്തങ്ങ് വെച്ചു. ആ വൈഫ് പെട്ടെന്നുണ്ടായ ഈ സംഭവത്തിൽ പുള്ളിക്കാരത്തി പേടിച്ചു പോയി. കാരണം ഈ തൂളുമഴ നനയാണ്ടിരിക്കാനായിട്ട് പുള്ളി കൊണ്ടുവന്ന് കുട ചോദിച്ചതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണത്, ഈ വൈഫ് നിന്നിരുന്ന് അവിടെ ചെറിയൊരു പെട്ടി പോലെ ഒരു സംഭവമുണ്ട്. ഈ പുള്ളി ലോട്ടറി വിൽക്കുന്ന ഒരാളായിരുന്നു. പുള്ളിയും സരസമായിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു. ഈ പുള്ളി ഈ ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ വലിയ കുട കൊണ്ടുവന്ന് ഓർത്തണം. അപ്പം കുട താത്തി വെക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട താത്തി കുടയുടെ കാല് താഴ്ത്തി വെക്കാനായിട്ട് ചെറിയൊരു ഹോളും ആ പെട്ടിയോട് ചേർന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും കാണാണ്ടാണ്, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് റോഡ് സൈഡിൽ വൈഫ് അവിടെ നിന്നത്. ഞാനവിടെ നിർത്തുകയും ചെയ്ത്. അപ്പം അങ്ങനെ ഒരു അക്കിടി അന്ന് പറ്റി. പുള്ളി കുടയിൽ നിന്ന് ഓർത്ത് വെച്ച് ആ പെട്ടിപ്പുറത്തോട്ട് ലോട്ടറി നേരത്തെ അവിടെ വന്നു. പെട്ടെന്ന് തന്നെ വൈഫ് സൈഡിലോട്ട് മാറി വന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫിൻ്റെ മുഖം മുഴുവൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഒരു സരസമായ രീതിയിൽ അങ്ങനെ ഉണ്ടായി. പക്ഷേ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോയിൽ അതിന് മറ്റൊരു രീതിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടാലോ, ഇത് കാണാം. ഓക്കെ. ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഡിസ്ചാർജ് ആയി ഏകദേശം ഒരു 2 ആഴ്ച കിടന്നതിന് ഡിസ്ചാർജ് ആയി. ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് ഞാനും കൊച്ചും കൂടെ പാർക്കിൽ പോയിരിക്കുക. ആ പാർക്കിൽ പോയി ഞാനും കൊച്ചും കൂടി ഭയങ്കര ക്ഷീണിതരാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു ആശുപത്രി വാസം കഴിഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നേച്ച് ചേച്ചി നമുക്ക് പോകാം ചേച്ചി അത്ര എന്നാ കാര്യം ചേച്ചു പൈസ തരാൻ ചേച്ചി നമ്മൾ എൻ്റെ കൂടെ കൊച്ചുണ്ടല്ലോ എന്നാ ഇന്നെ ചേച്ചി ആ കൊച്ചിനും കൂടെ കൂട്ടിക്കളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാണല്ലോ, കൊച്ചിനും കൂടെ കൂട്ടല്ലേ, അപ്പം നമുക്ക് പോയേക്കാം. ആ പോവാം. ആ 1 മിനിറ്റ് ഒരാളും കൂടെ ഉണ്ട് വരാനേ, നമുക്ക് ആളും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തെ കാത്തിരിക്കുക. അപ്പോൾ കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോൾ അതിപ്പോൾ ആരാ ചേച്ചി ചേച്ചു, ഞാൻ പറഞ്ഞു നല്ല ആരോഗ്യമുള്ള ആളാ, ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. അന്നേരം ആണോ, ആ എന്നാൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ. അപ്പോൾ ഒരു വെടിക്ക് 3 പക്ഷി കഴിച്ച് കൊച്ചി ഇയാളിരിക്കുമല്ലേ.
കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചു ആരെ വരാനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചു പറഞ്ഞു പപ്പയാ വരാനുള്ളതെന്ന്. ഇവൻ നിന്നിട്ട് ഒറ്റ ഓട്ടം. ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ നിക്ക് പോകല്ലേ, നമുക്ക് പോണ്ടേ, അയ്യോ നിങ്ങൾ പോകല്ലേ ഇവിടെ നിക്ക്, അല്ലെങ്കിൽ വാ നമുക്ക് ഇങ്ങോട്ട് ഇതിലേക്ക് നടന്നു വരാൻ പറഞ്ഞു. യൂ വേണ്ടേ എന്നും പറഞ്ഞു ജീവനം കൊണ്ട് ഓടിയല്ലേ. അതിൽ നമ്മൾ പഠിച്ചൊരു പാഠം എന്താ, തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആൾക്കാർ എന്താ തന്നെ നിൽക്കുന്നതൊക്കെ അന്വേഷിച്ച് വരും. ഇതിപ്പോ നമ്മള് ആശുപത്രിയുടെ ആശുപത്രി സൈഡിലാണ് നിക്കാൻ പറ്റാത്ത സ്ഥലം. നമ്മളിപ്പോ അത്ര അപകടം പിടിച്ച സ്ഥലങ്ങളല്ല, പബ്ലിക് പ്ലേസ് ആണ്. പബ്ലിക് പ്ലേസിൽ പോലും നിൽക്കുമ്പോ ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ രീതിയിൽ ആൾക്കാർ നടക്കുന്നത്. പക്ഷെ അതേ ഉണ്ടായുള്ളൂ. എനിക്ക് തോന്നുന്നു അവരെന്തെങ്കിലും വല്ല കഞ്ചാവ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല ഞങ്ങളുടെ വല്ല എനിമീസും പറഞ്ഞു വിട്ടതാകാനും മതി.